കാലവർഷത്തിൽ ഒഴുകിയെത്തി പാലത്തിനും ജല അതോറിറ്റി പൈപ്പ് ലൈനും ഭീഷണിയായിരുന്ന മരങ്ങളും മാലിന്യങ്ങളും തോട്ടിലിറങ്ങി വലിച്ചുമാറ്റി ചേച്ചിമനിയനും. കടത്തുരുത്തി സെന്റ് കുര്യാക്കോസ് പബ്ലിക് സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ലയ മരിയ ബിജുവും 6ാം ക്ലാസ്സുകാരനായ അനിയൻ ലെയ്ൻ ബി പുളിക്കനുമാണ് തോട് ശുചീകരണത്തിനും പാലത്തിന് ഭീഷണിയായ മരങ്ങൾ നീക്കാനും തോട്ടിലിറങ്ങിയത്. വലിയ തോട്ടിൽ ഞെയ്യൂർ കടത്തുരുത്തി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പൂവക്കോട് പാലത്തിലും പൈപ്പ് ലൈൻ കടന്നു പോകുന്ന തോടിന് നടുവിൽ സ്ഥാപിച്ചിരിക്കുന്ന തൂണിലും നിരവധി മരങ്ങളും മാലിന്യവുമാണ് കാലവർഷത്തിൽ വന്നടിഞ്ഞിരുന്നത്. പാലം വർഷങ്ങളായി ശോചനീയാവസ്ഥയിലാണ്. തടികളും മരങ്ങളും തോടിനു കുറുകെ കിടന്നതോടെ മാലിന്യങ്ങളും തങ്ങി നിന്നിരുന്നു. ലയ മരിയയും ലീനും ചേർന്ന് സ്കൂളിൽ അവധി ദിവസങ്ങളിൽ തോട്ടിലിറങ്ങുകയായിരുന്നു. ഒഴുക്കുള്ള തോട്ടിൽ ഏറെ പണിപ്പെട്ടാണ് ഇരുവരും ചേർന്ന് മരങ്ങൾ നീക്കുകയും മാലിന്യങ്ങൾ വാരി നീക്കുകയും ചെയ്തത്. പ്ലാസ്റ്റിക് കുപ്പികൾ, ചാക്കുകെട്ടുകൾ, ഡയപ്പറുകൾ, ശുചിമുറി മാലിന്യങ്ങൾ, മദ്യക്കുപ്പികൾ തുടങ്ങി മാലിന്യങ്ങൾ നീക്കം ചെയ്തു. 1 വർഷത്തോളമായി സഹോദരങ്ങൾ തോടുകളും കനാലുകളും റോഡുകളും ശുചീകരിക്കുന്നുണ്ട്. വലിയ തോട്ടിലെ മരങ്ങൾ നീക്കം ചെയ്യാൻ പിതാവ് ബിജുവും ഇവർക്കൊപ്പം പിന്തുണയുമായി എത്തിയിരുന്നു.